നോക്കി എന്നോട് ചോദിക്കാം. ഞാൻ ആദ്യം വന്നപ്പം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നോക്കി ഷോട്ട് വേണം എന്ന് പറഞ്ഞു. ചേച്ചിക്കറിയാലോ ഞാൻ എടുക്കില്ല എന്ന്. അപ്പം ഞാൻ എന്ത് വേണമെന്ന്? ഷോട്ട്. എനിക്ക് ഈ പണിയല്ല. പിന്നെ ചേട്ടൻ മസാജ് വേണോ, ചെറിയ രീതിയിൽ എന്തെങ്കിലും വേണോ, അത് ഞാൻ ചെയ്ത് തരും. ഓക്കെ, അതിന് ഇത്ര പൈസ വരും എന്ന് പറഞ്ഞു. അയ്യോ അതിനുള്ള എന്നോട് മോശമായിട്ട് പെരുമാറി. ഷോട്ട് വേണമെന്ന് പറഞ്ഞു. എനിക്ക് ആ കസ്റ്റമറെ വേണ്ട ചേച്ചി. നമ്മളത്ര തരുന്നാന്ന് പോയിട്ടില്ല. അയ്യോ ഞാൻ മലയാളിനെ മാത്രമേ എടുക്കുള്ളൂ. മലയാളി തമിഴ് എടുക്കും, പാകിസ്ഥാനികൾ എടുക്കും. പക്ഷെ അതിവിടെ ഗിഫ്റ്റ് അടിക്കുന്ന നല്ല പാകിസ്ഥാനികളുണ്ടോ? ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാരില്ലേ പാകിസ്ഥാനി, അവന്മാര് നല്ല ആൾക്കാരെ എടുക്കും. എടുക്കായ്മയൊന്നുമില്ല പാകിസ്ഥാനികൾ. ഷോർട്ട് അല്ലാതെ ലോൺ ചോദിക്കാൻ പറ്റുമോ? എൻ്റെ അടുത്ത് വന്നിട്ട് ഷോർട്ട് കിട്ടുമെന്ന് ഈ ദുബായ് വരന്മാരും വിചാരിക്കണ്ട, കിട്ടില്ല. ഞാൻ ആ ലേഡിയല്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് കൊടുക്കുന്നുണ്ട് തന്നെ പറയും. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരാളല്ലാന്ന് ഇവിടെ മിക്ക ആണുങ്ങൾക്കും അറിയാം. കൊടുത്തിട്ടുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള വായിച്ച് കിട്ടിയാൽ മതി. അല്ല അശ്വ ചേച്ചി, അവനിപ്പോൾ എത്ര വലിയ കാശാലാന്ന് പറഞ്ഞാൽ പോലും, 500 തരാമെന്ന് പറഞ്ഞാൽ പോലും, 1000 തരാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല. ഇജ് പബ്ലിക്കിന് അത്രേ ഉള്ളു. വെച്ച് കമ്പ്യൂട്ടർ വന്നു മോളെ, കമ്പ്യൂട്ടർ. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. സേ ഓക്കെ. അതാണ് ഇതൊക്കെ അത്രേ ഉള്ളൂ മോനെ. നമ്മളവരെ മുന്നിൽ താന്നു കൊടുക്കരുത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. ഷംനാദിനെ ആണെന്നറിയില്ല, എൻ്റെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ അശ്വിച്ചടുത്ത് പറയാറുണ്ട്, നമ്മൾ ഇവന്മാരൊക്കെ ഈ ലൈവ് കണ്ടിട്ട് വരുന്നവരാ. ഈ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റ ഒക്കെ കണ്ട് വരുമ്പോൾ നമ്മൾ ഒരുത്തന് സെക്സ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കാൻ കൊടുക്കരുത്. ഓക്കെ, അങ്ങനെ ഒരുത്തന് നമ്മുടെ ശരീരം അങ്ങനെ കളയേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, നമുക്ക് ഒരാളിനെ സൂചിപ്പിക്കാൻ നമ്മുടെ സാധനം തന്നെ വേണമെന്നില്ല. അവരെ നമുക്ക് പറ്റുന്ന പോലെ നല്ലൊരു പെണ്ണായാൽ എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ഒരു ആണിന് സുഖം കൊടുക്കാന്ന്. കുറേ വഴികളുണ്ട്. നമ്മുടെ ശരീരം കേടുവരുത്താണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരാണിനെ സൂചിപ്പിച്ചു കൊടുത്ത് ആ ഒരു കിട്ടുന്ന കാശ് മതിയെന്നേ. മനസ്സിലായി? അതും പ്രത്യേകിച്ച് ബിജി. ഇവിടെ എല്ലാ ആൾക്കാർക്കും ബിജിനെ കുറിച്ച്, എല്ലാ ആണുങ്ങളും പലവരും ബിജിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇതേ എത്ര ആൾക്കാർ ബിജിയാ, അയ്യോ അവൾ അവിടെ സമ്മതിക്കൂല, ഇവിടെ തൊടാൻ സമ്മതിക്കൂല, അത് ചെയ്യാൻ സമ്മതിക്കൂല, അവൾ അപ്പോൾ ഇവിടെ പൊത്തിപ്പിടിക്കും, ഇവിടെ പൊത്തിപ്പിടിക്കും, അവിടെ പിടിക്കും, ഇവിടെ. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡുള്ള സ്ത്രീയാണ്. അത് മൊഞ്ചത്തോട് വെച്ചറിയാം. ഞാനത് ടൈം കൊടുക്കാറുമില്ല. എനിക്ക് എന്നെ ഇങ്ങനെ പിടിക്കണമെന്നും എടുത്തില്ല മോളെ. അവൻ വെറും ഊളയാ, അവന് ഷോട്ട് വേണം. എടുത്തില്ല, ഇത് പോകാൻ പറഞ്ഞു. എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എൻ്റെ ശരീരം നോക്കിയാൽ ഒരാൾക്കും കിടന്നു കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ സാമാനം കൊടുത്തിട്ട് ജീവിക്കുന്നത്. പിന്നെ പറയേണ്ടത് കിടക്കണമെന്ന് പറയാനും പിന്നെ കയ്യിലില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഒട്ടുമിക്ക സ്പായിലും മുതലാളിമാർക്കും അറിയാം. എൻ്റെ കൂടെ വർക്കത് എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം എന്നെ കുറിച്ചിട്ട്. കുറച്ച് ഡിമാൻഡുള്ള ആളെ തന്നെയാണ്. എൻ്റെ ശരീരത്ത് ഒരുത്തന്നെ കയറുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ നോക്കൂ. ഓക്കെ, അത് കേട്ടിട്ട് ആരും എന്നെ വിളിക്കാൻ വേണ്ട, പരിചയം വേണ്ട. എനിക്കിഷ്ടമുള്ള ലെഗുലറുണ്ട്, ഇഷ്ടം പോലെ ലെഗുലർ. അവരിപ്പോഴും എൻ്റെ അടുത്ത് വന്നുണ്ടായി. ഞാൻ കൊതിപ്പിച്ച് നിർത്തുന്ന ഒരാളാണ്. ഉടനെ ഒന്നും ഞാൻ കൊടുക്കില്ല. ഒരു ലേഡി ഒരാണിന് അവർ ചോദിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ വരില്ല. ഓക്കെ, നമ്മൾ അവരെ കൊതിപ്പിച്ച് നിർത്തുക. കിട്ടിയില്ല, കൊടുത്തു എന്നാൽ കിട്ടിയില്ല, അങ്ങനെ നമ്മൾ നിർത്തണം. അതാണ് നമ്മുടെ കഴിവ്. എന്തിനും അവൻ പിന്നെ കൊതിച്ച് അത് കിട്ടുന്നോടം വരെ നമ്മളെ തേടി വരും. നമ്മളുടെ അടുത്ത് തേടി വരും. തൊട്ടില്ല, ആ രീതിയിൽ നമ്മൾ അവനെ നിർത്തുക.
എങ്കിലേ അവന്മാർക്ക് ആ സാധനക്ക് അവന്മാരെ സാമാൻ അത് കയറാൻ വേണ്ടി നോക്കും. അത് കിട്ടാൻ വേണ്ടി നമ്മളെ പുറകെ വരും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യണം. കസ്റ്റമറെ പിടിക്കാൻ ഒരു മിടുക്ക് വേണം. അവന്മാർക്ക് നമ്മളെ അടുത്ത് ആ ഒരു ചിന്ത വരണം. ഇന്ന് കയറ്റിയിട്ടേ പറ്റൂ, ഇവളുടെ കയറ്റിയിട്ട് ഞാൻ നടങ്ങുന്നു. അടങ്ങുന്ന ചിന്ത വരും. അവന്മാർക്ക് വാശി വരും. അപ്പൊ അവന്മാർ നമ്മളെ തേടി വരും. അന്ന കൊടുക്കാൻ പാടില്ല. മുത്തല്ലേ, നല്ല മീശയാണല്ലോ, താടി കൊള്ളാം, ചെന്റെ കണ്ണു കൊള്ളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് 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 സുഖിപ്പിക്കും. അതിൽ വീഴണം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇവിടെ തൊടാൻ തരാം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വെള്ളം കാണിച്ചു തരാം. അപ്പൊ അവന പിന്നെ വരാൻ തോന്നും, ഓ ചേച്ചി അടുത്ത ആഴ്ച കാണിക്കും. അപ്പൊ അടുത്ത ആഴ്ച ചേച്ചി കാണിച്ചിടാം. അയ്യോ എനിക്ക് കൈവേദനയാന്ന്, കാലുവേദനയാന്ന്, ഒന്ന് വിടാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതൊക്കെ ഉള്ളോ. ലാസ്റ്റ് അവന് മനസ്സിലാവും, അവൻ പോയാ പോട്ട്, കൈ കഴിഞ്ഞു. അതെ, ഇനിയിപ്പൊ എല്ലാ പിള്ളേരും അത് പഠിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ വരും. അങ്ങനെ നിർത്തണം. അതുകൊണ്ടല്ലേ ചില ആൾക്കാർ ഇവിടെ ലൈവിൽ വന്നിട്ട് പിന്നെ പിന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ എന്തും മേടിച്ചു തരും. ഇതൊക്കെ കണ്ട റിയാസ് ബായിനൊക്കെ കണ്ട കൊതിപ്പിച്ച് നിർത്തണം. റിയാസിനെയൊക്കെ നമ്മുടെ അഴിതിൽ കൊണ്ടുവരുന്നു. ഉടനെ കൊടുത്താൽ അതിൻ്റെ ത്രില്ല് പോകും. ഉടനെ കൊടുത്താൽ അല്ല വേണ്ടേട്ടാ, ഉടനെ കൊടുത്താൽ ആ ത്രില്ല് പിന്നെ പോകും. ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഓക്കെ, അതിനോടുള്ള രുചി പോകും. പിന്നെ അവർ ഇത്ര ഉള്ളു രുചി എന്ന് വിചാരിക്കും. അത് കൊടുക്കാണ്ടിരുന്ന് നോക്കിയേ, അവർക്ക് ആകാംക്ഷ കൂടും. ഇടക്കിടക്ക് അവരുടെ അടുത്തൊരു അങ്ങനെയൊക്കെ പറയാം. ഈ ടിക്ടോക്കിലൂടെ ഒന്നിൽപ്പെട്ട അതൊക്കെ ട്രിക്കാണ്. ദമ ഇത് കൊടുത്ത് പോസ്റ്റല്ല എൻ്റെ ദമ, എൻ്റെ കസ്റ്റമർ എല്ലാം മുടങ്ങിപ്പോവും. അയ്യോ, ഇതാ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആരും ഇതെടുത്ത് പോസ്റ്റല്ലേ. അയ്യോ ഞാനെങ്കിലും ജീവിച്ചോ ചേട്ടാ, ഞാനെല്ലാം എടുക്കുന്നുണ്ട്. ഷോട്ടെങ്കിൽ ഷോട്ട്, ഞാനെല്ലാം എടുക്കുന്നുണ്ട്. കസ്റ്റമർ ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. അതിനോട് പല പല ഗിഫ്റ്റേഴ്സ്മാരുണ്ട് മലയാളികൾ. കുറെ പേരോട് വന്ന് ഞാൻ അവർക്ക് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെ മനസ്സിൽ ചിന്ത വരും, ഓ ഇവിടെ അങ്ങനത്തെ ഒരാളല്ല അല്ല വന്നേക്കാ, അപ്പൊ കിട്ടൂല. അപ്പൊ ലൈബി പറയണതൊക്കെ വെറുതെയാണ് എന്ന് അവർ ചിന്തിക്കണം. നമ്മൾ കൊടുക്കരുത്. ഓക്കെ.